മലയാള സിനിമയുടെ തറവാടായ ഒറ്റപ്പാലത്തെ വരിക്കാശ്ശേരി മനയുടെ മുൻപിലാണ് നമ്മളിപ്പോൾ. 200 വർഷം പഴക്കമുള്ള ഈ മനയിലെ കാഴ്ചകൾ ഇന്ന് നമുക്ക് ഒന്ന് ചുറ്റിക്കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആറാം തമ്പുരാൻ്റെയും രാപ്പകൽ എന്ന സിനിമയുടെയും ഒക്കെ പാട്ടുകളൊക്കെ ഓർമ്മ വരികയാണ്. 1987 തീർത്ഥം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് മുതലാണ് ഈ മനയെ തിരഞ്ഞെടുത്തത്. ദേവാസുരം എന്ന സിനിമയോടുകൂടി വരിക്കാശ്ശേരി മന മലയാളിയുടെ പ്രിയപ്പെട്ട സ്ഥലമായി മാറി. മുൻപോട്ട് നോക്കൂ, അതാരാണ് നിൽക്കുന്നത് മനസ്സിലായോ? കേരളത്തിലെ തന്നെ ഏറ്റവും കൊമ്പ് കനമുള്ള ഒരാന, മാനശ്ശേരി രാജേന്ദ്രൻ. ആനയോടൊപ്പം ഫോട്ടോ എടുക്കുവാനുള്ള വലിയ തിരക്കൊക്കെ അവിടെ നടക്കുന്നത് നമുക്ക് കാണാം. ഇവിടുത്തെ നടുമുറ്റം മിക്ക മലയാള സിനിമയുടെയും പ്രധാന ആകർഷകമായ ഒരു സ്ഥലമാണ്. സിനിമക്കാർ സ്വപ്നം കണ്ട ലൊക്കേഷൻ. ദേവാസുരം, ആറാം തമ്പുരാൻ, രാപ്പകൽ, കാര്യസ്ഥൽ, ഇങ്ങനെ അനവധി സിനിമകളുടെ ലൊക്കേഷൻ ഈ നടുമുറ്റത്തിൽ നമുക്ക് കാണാൻ കഴിയും. വരിക്കാശ്ശേരി മനയുടെ പ്രധാന ആകർഷകമായിരിക്കുന്ന പത്തായപ്പുര, കളപ്പുര, വിശാലമായ ഭൂമുഖം, അകത്തളം, വരാന്ത, കൂടാതെ ചുവർ ചിത്രങ്ങൾ, തൂണുകളിലെ കൊത്തുപണികൾ, ഇതൊക്കെ ഏറ്റവും ആകർഷകമായ ഒരു ദൃശ്യ ഭംഗിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാപ്പകൽ എന്ന സിനിമയിൽ നമുക്കറിയാമല്ലോ, മമ്മൂട്ടിയുടെ കഥാപാത്രം അടുക്കളയിൽ അരിയാട്ടുന്ന ഒരു വലിയൊരു സീനുണ്ടായിരുന്നു. ആ പാട്ടും ആ സീനും ഒക്കെ ഈ ഒരു അടുക്കളയിൽ, ഈ ഒരു ഊട്ടുപുരയിൽ നിന്നൊക്കെയാണ് ആ ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചത്.
ഇതാണ് വരിക്കാശ്ശേരി മനയിലെ പത്തായപ്പുര. ഇതിനകം നടന്ന് കാണാനുണ്ട്. വളരെ നല്ല രസമാണ്. ഗോവേണിപ്പടികളും പത്തായപ്പുരകളും അതിനുള്ളിലുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. Stop,